അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഹസീന എന്നോട് പിണക്ക? ഹേയ്, എനിക്കെന്ത് പിണക്കം? അല്ല, എന്താ ചീത്ത വിളിക്കാൻ വൈകണത്? വേഗം തുടങ്ങിക്കോളി, സുന്നത്ത് നിസ്കരിക്കാനുള്ളതല്ലേ. നിർത്തണ്ട, പറഞ്ഞോ, കേൾക്കാൻ ഞാൻ തയ്യാറാ. നിന്നെയും മോളെയും അത്രമാത്രം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആശ്രയവും അത്താണിയുമാവേണ്ട ഞാൻ എല്ലാ കാര്യത്തിലും നിങ്ങളെ തഴഞ്ഞിട്ടേ ഉള്ളൂ. ഭാര്യയുടെയും മകളുടെയും ഇഷ്ടങ്ങൾക്ക് വഴങ്ങിയാൽ, അവരെ കൂടുതൽ സ്നേഹിച്ചാൽ ഈമാൻ കുറഞ്ഞു പോകുമെന്ന് ഞാൻ ഭയന്നു. ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. പക്ഷേ സ്വന്തം ഇണയായ ഭാര്യയുമായി പോലും ബന്ധം നിലനിർത്താൻ കഴിയാത്ത എനിക്ക് അള്ളാഹുവുമായി ബന്ധമുണ്ടാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഇത്രയും കാലം എന്റെ കണ്ണുകൾക്ക് അന്ധതയും കാതുകൾക്ക് ബധിരതയും ബാധിച്ചിരുന്നു. ഇപ്പോഴെന്റെ കണ്ണും കാതും തുറന്നു. നിനക്ക് എന്നെന്നും സ്നേഹിക്കാവുന്ന, വിശ്വസിക്കാവുന്ന സത്യസന്ധനായ ഭർത്താവായിട്ട് എന്നും ഞാനുണ്ടാവും, ഇൻഷാ അല്ലാഹ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു ഏറ്റുപറച്ചിൽ. നിങ്ങൾ ഇന്ന് വരെ എന്നെ പറ്റിയൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മോളെ പറ്റിയൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എത്ര കാലായി നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് മിണ്ടിയിട്ട്, നമ്മുടെ മോളെ ഒന്ന് കൊഞ്ചിച്ചിട്ട്? എത്ര കാലായി എനിക്കും നമ്മുടെ മോക്കും ഒരു കഷ്ണം തുണി വാങ്ങിച്ചു തന്നിട്ട്? ഉപ്പാന്റെ കാലശേഷം ഞാനും മോളും എന്ത് ധൈര്യത്തിലാ, ആരന്നം കൊണ്ടുതരുന്നുള്ള പ്രതീക്ഷയല്ല ഇവിടെ കഴിയ. ആരോടൊന്നും മിണ്ടാതെ ബാഗ് എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി 40-60 ദിവസങ്ങൾക്ക് ശേഷം കേറി വരുമ്പോ പോലും ഒരു നല്ല വാക്ക് പറയാത്ത, ഒന്ന് പുഞ്ചിരിക്ക പോലും ചെയ്യാത്ത നിങ്ങളെ പ്രതീക്ഷിച്ചോ? അതെ, നമ്മുടെ മോക്കെ 5 വയസ്സായി. ഒരു ഉപ്പയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും വാത്സല്യവും ഒരു ദിവസമെങ്കിലും നിങ്ങളിൽ നിന്ന് അവക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളോട് ഞാൻ എതിർത്ത് സംസാരിച്ചെല്ലാം നിങ്ങളോട് ബഹുമാനമില്ലാത്തോണ്ടെന്നല്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു പോവായിരുന്നു. ഞാനാകെ തകർന്നു പോവായിരുന്നു. ഉപ്പ വീട്ടിലുണ്ടാവുന്ന ദിവസങ്ങളിൽ കണ്ണീരും കയ്യുമായി കഴിയുന്ന ഉമ്മയെ കണ്ട് നമ്മുടെ മോള് നിങ്ങളെ വെറുക്കരുതെന്ന് കരുതിയിട്ട. പറഞ്ഞോ, നീ പറഞ്ഞതൊക്കെ സത്യം തന്നെ. നിനക്ക് ഞാൻ വാക്ക് തരുന്നു, അള്ളാഹുവിന്റെ ഹബീബായ പുണ്യപ്രവാചകൻ തന്റെ ഭാര്യമാരുമൊത്ത് സന്തോഷത്തോടെ ജീവിച്ചത് സത്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. നിന്റെയും മോളുടെയും കൂടെ സന്തോഷത്തോടെ ഇനിയൊന്നും ഞാനുണ്ടാവും. വലിപ്പം കുറച്ച് കൂടുതലായില്ലേ? മാഷാ അല്ലാഹ്.